ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൊബൈൽ റീചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ബില്ലുകൾ പേയ്മെന്റ് ചെയ്യാനും, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല് തുടങ്ങിയ ബില്ലുകൾ പേയ്മെന്റ് ചെയ്യാൻ, നമ്മളുടെ ഡിഷ് റീചാർജ് ചെയ്യാൻ, അങ്ങനെയൊക്കെ തുടങ്ങിയ ബില്ല് റീചാർജുകൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അവസാനം വരെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടെങ്കിലും, കുറഞ്ഞ കാലമാണെങ്കിൽ കുറഞ്ഞ റിവാർഡുകൾ ഉണ്ടാകും, കൂടുതൽ കാലമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടുതൽ റിവാർഡുകൾ വന്ന് കിടക്കുന്നുണ്ടാകും. അത് പലർക്കും എങ്ങനെയാണ് നോക്കുക എന്നുള്ളതും അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും പലർക്കും അറിയില്ല. അത് എങ്ങനെയെന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ആ റിവാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെന്റ് ചെയ്യാനൊക്കെ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഫെഡറൽ ബാങ്കിലെ നിങ്ങളുടെ റിവാർഡ്സ് നോക്കുന്നതിനായിട്ടും നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനുമായിട്ടൊക്കെ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെർച്ച് ബാറിൽ ഫെഡറൽ റിവാർഡ്സ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഫെഡറൽ റിവാർഡ്സ് .in എന്നുള്ളത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് ലഭിക്കും. അതിൽ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഫെഡറൽ റിവാർഡ്സ് എന്നുള്ള ആ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് ലഭിക്കും. അതിൽ ഏറ്റവും മുകൾ ഭാഗത്തെ വലത് ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പുതിയ വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നത്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മൊബൈൽ നമ്പർ, ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ക്യാപ്ച കാണാനായിട്ട് സാധിക്കും. ആ ഒരു ക്യാപ്ച എന്നുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ക്യാപ്ച കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്യാപ്ച കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ ഭാഗത്തായിട്ട് കാണുന്ന പ്രൊസീഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിവാർഡ്സിൻ്റെ പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട്, നിങ്ങളുടെ റിവാർഡ്സ് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു OTP വന്നിട്ടുണ്ടാകും. ആ ഒരു OTP ഈ ഒരു വിൻഡോയിൽ നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ലഭിച്ച OTP ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു വിൻഡോയിൽ ഏറ്റവും വലതു ഭാഗത്തെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ റിവാർഡ്സിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് ലഭിക്കും. അതിൽ വലതു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവാർഡ്സ് ആയിട്ട് ലഭിച്ചിട്ടുള്ള പോയിന്റുകളും അതുപോലെ തന്നെ ആ ഒരു പോയിന്റിന് അനുസൃതമായുള്ള എമൗണ്ടും നിങ്ങൾക്ക് അവിടെ കാണാം. എനിക്കിപ്പോൾ 731 പോയിന്റും അതുപോലെ തന്നെ 182.75 രൂപയും എൻ്റെ ആ ഒരു റിവാർഡ്സ് അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിൽ ബാലൻസ് ആയിട്ടുണ്ട്. ഈ ഒരു 182 രൂപയ്ക്ക് എനിക്ക് വേണമെങ്കിൽ റീചാർജ് ചെയ്യുകയോ ഷോപ്പിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ DTHകൾ റീചാർജ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഈ ഒരു വിൻഡോയിൽ ഇടത് ഭാഗത്തുള്ള ത്രിബിൾ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് ലഭിക്കും. അതിൽ നിങ്ങൾക്ക് കാണാം റീചാർജ്, ബുക്കിംഗ്, അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റ് ഒക്കെ ഒരുപാട് പേയ്മെൻറ്റ്സിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുകയാണ്. അതിനായിട്ട് റീചാർജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. റീചാർജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മൊബൈലും അതുപോലെ തന്നെ DTHും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനായിട്ട് മൊബൈൽ റീചാർജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഇതുപോലെ ഓപ്പൺ ആയിട്ട് ലഭിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് റീചാർജ് ചെയ്യേണ്ട ആ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ആ ഒരു 10 അക്കം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്പറേറ്റർ എന്നുള്ളതാണ്. ഓപ്പറേറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സിം കാർഡ് ഏതാണെന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. എൻ്റെത് എയർടെൽ ആയതുകൊണ്ട് ഞാൻ എയർടെൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഏതാണ് ആ സർക്കിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ കേരളത്തിലാണെങ്കിൽ കേരള സർക്കിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ റീചാർജ് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു പുതിയ പ്ലാൻസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓഫറിലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് കാണാം. അതിന് വ്യൂ പ്ലാൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു മൊബൈൽ നമ്പറിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ പ്ലാനുകളും അതിൽ കാണാനായിട്ട് സാധിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ പ്ലാനുകൾ
പ്ലാനുകൾ കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് 29 രൂപയാണ് ഇപ്പോൾ റീചാർജ് ചെയ്യുന്നത്. അതിനായിട്ട് ആ ഒരു ഏറ്റവും മുകൾ ഭാഗത്ത് ഫസ്റ്റ് ഓപ്ഷനായുള്ള 29 എന്നുള്ളതിൽ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് എന്നുള്ള ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു എമൗണ്ട് വരും. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ടിക്ക് മാർക്ക് ചെയ്യാനുള്ള കോളത്തിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു ടിക്ക് മാർക്ക് വരികയും അതിനുശേഷം ഏറ്റവും താഴെ ഭാഗത്തായിട്ട് നമുക്കൊരു കണ്ടിന്യൂ ബട്ടൺ ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് റീചാർജ് ചെയ്യുന്നതിനായിട്ട് കണ്ടിന്യൂ എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് റീചാർജ് ആകുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് കറണ്ട് ബില്ല് അടക്കുകയാണ് വേണ്ടത് എന്ന് വെച്ചാൽ ബിൽ പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് പേയ്മെൻറ്റുമായിട്ടുള്ള എല്ലാവിധ ഐക്കൺസും അവിടെ വരും. അതിൽ നിങ്ങൾക്ക് മൊബൈൽ, പ്രീപെയ്ഡ്, അതുപോലെ തന്നെ ഫാസ്ടാഗ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ ബില്ല് തുടങ്ങിയ എല്ലാവിധ ബില്ലുകളും ഈ ഒരു സെക്ഷനിൽ നിന്ന് അടക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ലാണ് അടക്കുന്നത്. അതിനായിട്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് KSEB സെലക്ട് ചെയ്യുക. KSEB എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യാം. കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു കറണ്ട് ബില്ലും നിങ്ങളുടെ കയ്യിലുള്ള റിവാർഡ്സിന് അനുസരിച്ച് കറണ്ട് ബില്ല് അടക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്.